ശ്രീ ജയസൂര്യൻ, അല്പം മുൻപ് പ്രധാനമന്ത്രി പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്നു. ഇതൊരു ചരിത്ര ദിവസം എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. ഒരുപാട് വിജയങ്ങൾ മോദിയുടെ ഈ കാലയളവിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിനുമപ്പുറം അസാധ്യമെന്ന് തോന്നിയ ഇടങ്ങളിലേക്കുള്ള ഒരു കയറ്റമാണ് BJP യെ സംബന്ധിച്ച്. ഇത് ബംഗാളിലെ ജയം ഉൾപ്പെടെ നൽകുന്ന സൂചനകൾ അതാണ്. കേരളത്തിൽ 3 സംഖ്യ ഉയർത്താൻ കഴിയുന്നു എന്നൊരു സാഹചര്യം. അപ്പോൾ ഇതൊരു ചരിത്ര ദിനമായി മാറുകയാണോ നിങ്ങളെ സംബന്ധിച്ച്? തീർച്ചയായിട്ടും ഇതൊരു ചരിത്ര ദിനം തന്നെയാണ്. അസാധ്യമെന്ന് കരുതിയ പലരും, അതായത് BJPക്കെതിരെ പരസ്യമായ യുദ്ധപ്രഖ്യാപനം നടത്തിക്കൊണ്ട് BJPയെ ഇല്ലായ്മ ചെയ്യാൻ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു എന്ന തരത്തിൽ സംസ്ഥാനങ്ങളുടെ ആധിപത്യത്തിൽ ഇരുന്നുകൊണ്ട് വളരെയേറെ ആ അധികാരം ഉപയോഗിച്ചവർ ഇന്ന് അധികാരത്തിൽ നിന്ന് തൂത്തെറിയപ്പെട്ടിരിക്കുകയാണ്. ഞാൻ ഓർക്കുന്നു, DMK ശ്രീ സ്റ്റാലിൻ തമിഴ്നാട് മുഖ്യമന്ത്രിയായി സ്ഥാനമേക്കുന്ന സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു, നിങ്ങളുടെ വിജയത്തിൽ ഞാൻ നിങ്ങളെ ആശംസിക്കുന്നു, കേന്ദ്രത്തിന്റെ എല്ലാവിധ സപ്പോർട്ടും നിങ്ങൾക്കുണ്ടായിരിക്കും, നമുക്കൊന്നിച്ച് മുന്നേറാം. പക്ഷേ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന്, സ്റ്റാലിന്റെ ഭാഗത്ത് നിന്നുണ്ടായത് മറുപടി ഒരു യുദ്ധപ്രഖ്യാപനമായി. കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങളെ എതിർക്കുകയും അത് തമിഴ്നാടിന് ആവശ്യമില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിനേക്കാൾ ശക്തമായ നിലയിലാണ് ബംഗാളിൽ നിന്നുണ്ടായത്. ബംഗാളിൽ കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികൾ നടപ്പാക്കുകയില്ല. പിണറായി വിജയനെ പോലെ അതിനേക്കാൾ ശക്തമായി ഇപ്പോൾ നമുക്കറിയാം, 70 വയസ്സിന് മുകളിലുള്ളവരുടെ ഇൻഷുറൻസ് കേരളത്തിലും ബംഗാളിലും നടപ്പാക്കുകയില്ല. കാർഷിക മേഖലയിലും മറ്റു പല മേഖലകളിലുമുള്ള പദ്ധതികൾ ഞങ്ങളുടെ സംസ്ഥാനത്ത് നടപ്പാക്കുകയില്ല. കേന്ദ്രം പ്രഖ്യാപിക്കുന്ന പദ്ധതികൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച 2 സംസ്ഥാന ഗവൺമെന്റുകൾ അല്ല, കേരളം ഉൾപ്പെടെ 3 സംസ്ഥാന ഗവൺമെന്റുകളാണ് ഇന്ന് തൂത്തെറിയപ്പെട്ടത്. ഇത് കേന്ദ്രം ഏതെങ്കിലും നടപടിയെടുത്തത് കൊണ്ടല്ല, അവരെ പിരിച്ചുവിട്ടതുമല്ല, ജനങ്ങൾ തീരുമാനിച്ചു. കേന്ദ്രത്തിന്റെ ആനുകൂല്യങ്ങളും സംസ്ഥാനത്തിന്റെ ആനുകൂല്യങ്ങളും ഞങ്ങൾക്ക് ആവശ്യപ്പെട്ടതാണ്. ഒരു സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും ജനങ്ങളുടെ ഗവൺമെന്റാണ്. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ ആനുകൂല്യങ്ങളെ നിഷേധിക്കുന്ന ഗവൺമെന്റുകളെ ഞങ്ങൾക്കും ആവശ്യമില്ല എന്ന് ബംഗാളിലെയും തമിഴ്നാട്ടിലെയും കേരളത്തിലെയും ജനങ്ങൾ തീരുമാനമെടുത്തതിന് ഫലം കൂടിയാണ് ഇപ്പോൾ നമ്മൾ കണ്ട ഈ റിസൾട്ട്. അതാണ് പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ച കാര്യം. ഏതായാലും കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ വളരെ നല്ല ഒരു സൗഹൃദത്തോടു കൂടി, പരസ്പര സഹകരണത്തോടു കൂടി ജനോപകാരപ്രദമായ പദ്ധതികൾ അവരിലേക്ക് എത്തിച്ചുകൊണ്ട് സമഗ്രമായ പുരോഗതി, സംസ്ഥാനത്തിന്റെയും രാജ്യത്തിന്റെയും മുഴുവൻ ജനതയുടെയും സമഗ്രമായ പുരോഗതി കൊണ്ടുവരണമെന്നാണ് പ്രധാനമന്ത്രി ആഗ്രഹിക്കുന്നത്. അതുതന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും തീരുമാനം. ആ തീരുമാനത്തോട് 3 സംസ്ഥാനങ്ങളിലെ ജനങ്ങൾ സഹകരിച്ചിരിക്കുന്നു, വൻതോതിൽ സഹകരിച്ചിരിക്കുന്നു. തൂത്തെറിയപ്പെട്ടിരിക്കുന്നു 3 ഗവൺമെന്റുകളും. ഇതേ സമയം നമ്മൾ ഓർക്കണം, അസാമിൽ BJP ഗവൺമെന്റ് 3ാമത്തെ തവണ ജനങ്ങളുടെ അംഗീകാരം നേടി മുന്നോട്ട് വന്നിരിക്കുന്നു. പുതുച്ചേരിയിൽ BJP ഗവൺമെന്റ് വീണ്ടും അധികാരത്തിൽ വരികയാണ്. അപ്പോൾ NDAയുടെ ഗവൺമെന്റ് ഉള്ളിടത്ത് ഈ ജനവികാരം ഉണ്ടായില്ല. NDAയെ എതിർക്കുന്ന ഗവൺമെന്റ് ഉള്ളിടത്താണ് അവർ തൂത്തെറിയപ്പെട്ടത്. അപ്പോൾ കേന്ദ്ര സംസ്ഥാന സഹകരണത്തോടെ, സൗഹൃദത്തോടെ പോകുന്ന ഒരു അന്തരീക്ഷം എവിടെയുണ്ടെങ്കിലും ജനങ്ങൾ അത് അംഗീകരിക്കും എന്നുള്ളതിന്റെ പ്രകടമായ തെളിവാണ് ഈ 5 സംസ്ഥാനങ്ങളിലെ ഫലങ്ങൾ. ഈ 5 സംസ്ഥാനങ്ങളിലെ ഫലങ്ങളിൽ അങ്ങനെ ഒരു സന്ദേശം ഒളിഞ്ഞിരിക്കുന്നു എന്നതാണ് BJP പ്രതിനിധി ശ്രീ ജയസൂര്യൻ സൂചിപ്പിച്ചത്. ശ്രീ അനിൽ ബോസ് നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ അനിൽ ബോസ്, കേരളത്തെ സംബന്ധിച്ച് 1977 ശേഷമുള്ള ഏറ്റവും വലിയ മാർജിനിലുള്ള ഒരു വിജയം സാധ്യമാകുന്നു ഒരു മുന്നണിയെ സംബന്ധിച്ച്. അതിന് നേതൃത്വം കൊടുത്ത ആളുകൾ എന്ന നിലയിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനിക്കാവുന്ന ദിവസമാണ് ഇന്ന്. ഭരണത്തിലേക്ക് തിരിച്ചെത്താൻ കഴിഞ്ഞിരിക്കുന്നു. അത് നിങ്ങളെ സംബന്ധിച്ച് നേട്ടമാണ്. അതിനപ്പുറം ഈ 5 സംസ്ഥാനങ്ങൾ എടുത്താൽ ഒരു നാഷണൽ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസിന്റെ സംഭാവന എന്ത്? കോൺഗ്രസ് എങ്ങനെ മാറുന്നു, വളരുന്നു എന്ന ഒരു ചോദ്യമുണ്ടല്ലോ. അവിടെ BJPയെ നേരിടുന്ന പാർട്ടി, അതിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി എന്ന നിലയിൽ ഈ ഫലത്തെ കാണുമ്പോൾ കേരളം മാറ്റിവെച്ചാൽ എന്തുണ്ട് ആശ്വസിക്കാൻ? എന്നോടാണോ? അതെ അതെ, ഒരുപാട് കാര്യങ്ങളുണ്ട് ആശ്വസിക്കാൻ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 1ഉം 2ഉം UPA ഗവൺമെന്റ് അതിന്റെ നല്ല രീതിയിലുള്ള ഭരണം കഴിഞ്ഞിട്ടാണ് അകാരണമായി ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്നത്. കൃത്യമായി ചെയ്തിട്ടുള്ള ജനക്ഷേമ പ്രവർത്തനങ്ങൾ പൊതുസമൂഹത്തിൽ എത്തിക്കുക എന്ന ഉദാത്തമായ കർത്തവ്യം ഞങ്ങൾ നിർവഹിക്കുമ്പോൾ തന്നെ ഞങ്ങളെക്കാൾ വളരെ നന്നായ രീതിയിൽ ഞങ്ങൾ ചെയ്ത നന്മകളെ വികലമാക്കി പ്രചരിപ്പിക്കുന്നതിൽ അന്ന് സംഘപരിവാർ ശക്തികൾ വിജയിച്ചു എന്നത് യാഥാർത്ഥ്യമാണ്. ഞങ്ങൾ വലിയൊരു തിരിച്ചടി നേരിട്ട്
അത്രയും ദയനീയമായി ഇന്ത്യയിലെ പൊതു തെരഞ്ഞെടുപ്പിൽ തോറ്റ മറ്റൊരു കാലമില്ല രേണുക. 44 ലോക്സഭാ സീറ്റുകളിലേക്കാണ് ഞങ്ങൾ ഒതുങ്ങിയത്. ഞങ്ങളുടെ ഞങ്ങളുടെ സൈന്യം പരാജയപ്പെട്ടു. ഞങ്ങൾ ഈ പോരാട്ടത്തിൽ വളരെ ദുഃഖിതരായി. ജനങ്ങൾ ഞങ്ങളെ കൈവിട്ടു. അതിന് കാരണം ഞങ്ങളുടെ തെറ്റുകളായിരുന്നില്ല. ഞങ്ങൾ ചെയ്ത നന്മകളെ പോലും തിരസ്കരിച്ചുകൊണ്ട് ഞങ്ങൾ ചെയ്ത ഗുണഫലങ്ങൾ ജനങ്ങളിൽ എത്തിക്കേണ്ടതിന് ഞങ്ങൾക്ക് കഴിയാത്തടത്ത് ഞങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ ഞങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിക്കുന്നതിൽ സംഘപരിവാറുകാർ വിജയിച്ചു. ആ 44-ൽ നിന്ന് ഞങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇതുവരെയുള്ള കടന്നുവരവ് വളരെ വലിയ പ്രതിസന്ധിയാണ്. രാഷ്ട്രീയ പ്രവർത്തനം നിഷേധിക്കുന്നു, ഞങ്ങളെ നയിക്കുന്ന നേതാവിനെ അയോഗ്യനാക്കുന്നു, ഞങ്ങളെ നയിക്കുന്ന നേതാവിനെതിരെ രാജ്യം മുഴുവൻ കേസുകൾ എടുക്കുന്നു, പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ കേസുകൾ എടുക്കുന്നു. വേട്ടയാടലുകളോട് വേട്ടയാടലുകളാണ്. പക്ഷെ ആ 44-ൽ നിന്നും പിന്നീട് നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ 52-ലെത്താനും പിന്നീട് നടന്ന ഈ 2024-ലെ തെരഞ്ഞെടുപ്പിൽ 102 പാർലമെന്റ് അംഗങ്ങൾ 99 ജയിച്ചു. 2 സ്വതന്ത്രരായി ഞങ്ങൾക്ക് വേണ്ടി പിന്തുണ പ്രഖ്യാപിച്ച് ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്തവരടക്കം 102-ലെത്താനും ഞങ്ങളെ ഒരു രീതിയിലും അംഗീകരിക്കാത്ത നിരവധിയായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾ 28ഓളം രാഷ്ട്രീയ പാർട്ടികൾ ഞങ്ങളെ അംഗീകരിക്കുകയും ഞങ്ങളെ ഫോളോ ചെയ്യുകയും ഞങ്ങളുടെ നേതൃത്വത്തിൽ ഒരു മുന്നണി രൂപവൽക്കരിക്കുകയും ചെയ്തു, ഇന്ത്യ യൂണിറ്റി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.